ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ഈ വർഷം ഓണത്തിന് ചില വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുവാൻ പോകുകയാണ്. അതോടൊപ്പം ജൂലൈ മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. ഓണത്തിന് മഞ്ഞക്കാർഡ് വിഭാഗത്തിന് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുമെന്നും സ്പെഷ്യൽ പഞ്ചസാര വിതരണം ഉണ്ടാകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഓണം മേളകൾ, ഓണം മാർക്കറ്റുകൾ, പച്ചക്കറി കൗണ്ടറുകൾ, പ്രത്യേക സെയിൽസ് പ്രൊമോഷൻസ്, ഗിഫ്റ്റ് സ്കീമുകൾ, ഓണക്കാല പ്രത്യേക സംഭരണ വിപണന പ്രവർത്തനങ്ങൾ മുതലായവ സംഘടിപ്പിക്കും. ഇതിന് സപ്ലൈകോ ചുമതല ഏറ്റെടുത്തിട്ടുമുണ്ട്. ഹോർട്ടികോർപ്പിന്റെ പ്രത്യേക പച്ചക്കറി ചന്തകൾ ആരംഭിക്കും. എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ചന്തകളും ഉണ്ടാകും. കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ സഹായത്തോടെ സബ്സിഡി വിപണനങ്ങളും ആരംഭിക്കും. സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരമുള്ള അരി വിതരണവും ആദിവാസി വിഭാഗക്കാർക്കുള്ള പ്രത്യേക കിറ്റും സപ്ലൈകോ ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്രയും ആനുകൂല്യങ്ങളാണ് ഓണത്തിന് മുൻപായി കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഭക്ഷ്യക്കിറ്റുകൾ മഞ്ഞക്കാർഡ് വിഭാഗത്തിന് മാത്രമാണെങ്കിലും സപ്ലൈകോ, ഓണച്ചന്തകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങൾ മറ്റു കാർഡുകാർക്കും വാങ്ങാം. രണ്ടാമത്തെ അറിയിപ്പ്: സംസ്ഥാനത്തെ ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം സജീവമായി നടക്കുന്നു. ഇനി 2-3 ദിവസം മാത്രമാണ് ജൂലൈ മാസത്തിലെ റേഷൻ ലഭിക്കുവാൻ സാധ്യതയുള്ളത്. ഈ ദിവസങ്ങളിൽ തന്നെ റേഷൻ വാങ്ങാത്തവർ സാധനങ്ങൾ വാങ്ങുവാൻ ശ്രമിക്കുക. മഞ്ഞ, പിങ്ക് കാർഡുകാർ 3 മാസം തുടർച്ചയായി റേഷൻ വാങ്ങിയില്ല എങ്കിൽ മുൻഗണനാ വിഭാഗത്തിലെ കാർഡ് മാറ്റി പൊതുവിഭാഗത്തിലേക്ക് മാറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളായി വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി കാർഡുകളാണ് മാറ്റിയിട്ടുള്ളത്. മറ്റ് ഇൻഫർമേഷൻ വീഡിയോസുമായി വീണ്ടും കാണാം.